പുനലൂർ മണ്ഡലമാണ് നമ്മൾ നോക്കുന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂർ മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തോട് ചേർന്നാണ് പുനലൂർ മണ്ഡലം. പുനലൂർ മണ്ഡലത്തിന്റെ വോട്ട് നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ LDF ആണ് മുന്നിൽ വന്നിരിക്കുന്നത്. 63,884 വോട്ട്, 42% വോട്ട് നേടിയിട്ടുണ്ട്. UDF 56,419, 37% വോട്ട് നേടി. ഏകദേശം 17,000 വോട്ടിന്റെ വ്യത്യാസമാണ് LDFും UDFും തമ്മിൽ. NDA 21,000 വോട്ട്, 15% വോട്ട് NDAക്ക് ഉണ്ട്. അതേ സ്വതന്ത്രർ ഒരു 8,000 വോട്ട് സ്വതന്ത്രരുടെ കിടപ്പുണ്ട്. മെമ്പർമാരെ നോക്കിക്കഴിഞ്ഞാൽ LDFിന് 91 മെമ്പർമാരുള്ളപ്പോൾ UDFിന് 61 മെമ്പർമാരാണുള്ളത്. NDA 11, അതേഴ്സ് 7. ഇങ്ങനെ LDFിന്റെ ഒറ്റ നോട്ടത്തിൽ LDFിന് ഒരു മെമ്പർമാർ വളരെയധികം കൂടുതലാണ്. 1/3, 2/3 മെമ്പർമാരേ ഉള്ളൂ UDFിന്. അത്യാവശ്യം 7,000-8,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. നമുക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. സ്ഥാനാർത്ഥികളെ നോക്കാം. സ്ഥാനാർത്ഥികൾ അജയ് പ്രസാദ് സി, പുതിയ ആളാണ്. CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. CPI വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ട് വരുന്ന സീറ്റാണ്. അതിനകത്ത് പ്രധാന കാര്യം, ഈ സൗത്തില് ഇവിടെ കോൺഗ്രസ് മത്സരിക്കാണ്ട് ലീഗിന് കൊടുത്തൊരു സീറ്റാണ്. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യമൊന്നും നമുക്ക് അത്രപ്പെടുത്തുമില്ല. എന്നാലും കോൺഗ്രസ് മത്സരിക്കാതെ ഒന്നുകൂടി ടൈറ്റ് ആവേണ്ടതായിരുന്നു. എന്നാലും ഇപ്പോൾ CPIയുടെ അജയ് പ്രസാദ് സി, ലീഗിന്റെ നൌഷാദ് യൂസഫ്, 2020-ക്കാണ് BJP സീറ്റ് കൊടുത്തത്. അഡ്വക്കേറ്റ് രഘുനാഥ് കമുങ്കഞ്ചേരി, അഡ്വക്കേറ്റ് രഘുനാഥാണ് 2020-ക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ LDF വോട്ട് കൂടുതലാണ്. 7,000-8,000 വോട്ടേ ഉള്ളൂ. ഒരു 4,500 കുറയുകയാണെങ്കിൽ പോലും അത്രയും മെമ്പർമാരുണ്ട്. പിന്നെ ലീഗ്, പ്രത്യേകിച്ച് UDFിന്, അത് ലീഗിന് തെക്കോട്ടത്ര സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലീഗിന്റെ കോൺഗ്രസ് നിൽക്കാനും ചിലപ്പോൾ ഒന്നുകൂടെ ശക്തമായ മത്സരം നടക്കേണ്ടടുത്ത് ലീഗിന് കൊടുത്തോടെ ഇത് LDF നിലനിർത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ പുനലൂർ മണ്ഡലം LDF എടുക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്.